ബാക്ക് ടു ഓട്ടോഗ്രാഫർ മല്ലു. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഇവനാണ് റോയൽ എൻഫീൽഡ് ഹണ്ടർ 350 അഥവാ വേട്ടക്കാരൻ 350. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പുള്ളി മെറ്റലിൽ തീർത്ത ബോഡി, നല്ല ഹാർഡ് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ളൊരു വണ്ടി, നല്ല ഉയരം, നല്ല വീതി, നല്ല നീളം, അങ്ങനെയൊക്കെയാണ് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളെക്കുറിച്ചിട്ട് സ്ഥിരമായിട്ട് കേട്ട് പോന്നിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ട് ശീലിച്ചിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് റോയൽ എൻഫീൽഡ് ഹണ്ടർ 350 എന്ന് പറയുന്ന ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ റോയൽ എൻഫീൽഡുകളെ പോലെ ഇതിൽ പലയിടത്തും നമുക്ക് മെറ്റൽ പാർട്സ് കാണാൻ പറ്റില്ല. ടാങ്ക് ഒഴികെ ബാക്കി മുഴുവൻ ഫൈബർ പാർട്സാണ് നമുക്ക് കാണാൻ പറ്റുക. നീളത്തിലും വീതിയിലും ഒക്കെ ബാക്കി റോയൽ എൻഫീൽഡുകളേക്കാൾ ചെറുതാണ് ഈ വാഹനം. അതുപോലെ തന്നെ ഉയരവും കുറവാണ്. സീറ്റിംഗ് പൊസിഷനിൽ വരെ വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇപ്പോൾ നിരത്തിലുള്ള റോയൽ എൻഫീൽഡ് മോഡലുകളിലെ വൺ ഓഫ് ദ ഹോട്ട് സെല്ലിംഗ് മോഡൽ തന്നെയാണ് ഈ ഹണ്ടർ 350 എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം നമ്മൾ റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റിന് ഒരു ഹണ്ടർ വെച്ച് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ വിൽപ്പന നേടാനുള്ള കാരണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഓബിയസ്ലി ഇതിൻ്റെ ലുക്ക് തന്നെയാണ്. ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നല്ല അടിപൊളി ലുക്കാണ് വണ്ടി. ഇതിൻ്റെ മിഡ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ബേസ് വേരിയൻ്റാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. കാരണം അതിന് സ്പോക്ക് വീൽസ് ഒക്കെയാണ് വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടെ ഒന്ന് നിലനിർത്താനായിട്ട് ആ വണ്ടിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ലോ സീറ്റ് ഹൈറ്റ് ആണ്. റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഒരു വാഹനം സ്വപ്നമായിട്ട് മാത്രം വെച്ചുകൊണ്ടിരുന്ന ഷോർട്ട് റൈഡേഴ്സ് ഉണ്ട്. അവർ 790 mm മാത്രം സീറ്റ് ഹൈറ്റുള്ള ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ വിടുമോ? അതും സീറ്റിന് വീതി കുറവാണ്. അപ്പോൾ ഈസി ആയിട്ട് കാലെത്തുന്നൊരു വണ്ടി. സുഖമായിട്ട് അവർ ഇതിന് തന്നെ ബുക്ക് ചെയ്യും. അപ്പോൾ റോയൽ എൻഫീൽഡ് എന്നുള്ള അവരുടെ സ്വപ്നം അങ്ങോട്ട് നിറവേറും. അതും ഒരു കാരണമാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ വെയിറ്റാണ്. ഇപ്പോൾ ബുള്ളറ്റൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു സാധനം വരുന്നുണ്ട്, അതൊന്ന് വരട്ടെ. അപ്പം ബുള്ളറ്റൊക്കെ എടുക്കാനായിട്ട് അത് CT 100 കേട്ടോ പോയത്. CT 100ൻ്റെ സൈലൻസർ ഊരി കളഞ്ഞ സാധനമാണ്. അപ്പം ബുള്ളറ്റൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാൾ ഇപ്പം വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് കയ്യിൽ നിൽക്കുമോ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വണ്ടി വീണ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇമ്പാക്റ്റ് പറ്റുമോ എന്നൊക്കെ ഓർത്ത് എടുക്കാതിരുന്ന ഒരാൾ ഈ വണ്ടി എടുക്കും. കാരണം 182 കിലോ മാത്രമേ വെയിറ്റ് ഉള്ളൂ. അപ്പം ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഫൈബറാണ്. ഇതൊക്കെ ബാക്കി റോയൽ എൻഫീൽഡ് വാഹനങ്ങളിലൊക്കെ മെറ്റലായിരുന്നു. പക്ഷേ ഈ വാഹനത്തിൽ വരുമ്പോൾ ഫൈബറാണ്. നല്ല അടിപൊളിയായിട്ട് ടെയിൽ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു റൗണ്ട് ഹെഡ്ലൈറ്റും 2 ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ആയിട്ട്. പിന്നെ ഒരു ചെറിയ ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. സീറ്റ് പിലിയണ് ഇച്ചിരി കംഫർട്ടബിൾ കുറവായിരിക്കും, കാരണം സീറ്റിന് വലിയ വലിപ്പമില്ല. പക്ഷേ റൈഡർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ടിരുന്ന് നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ടാങ്കിലേക്കൊക്കെ വരികയാണെങ്കിൽ ബുള്ളറ്റിലൊക്കെ നല്ല അടിപൊളി നീപ്പാഡ് കൊടുക്കുമ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ നീപ്പാഡ് കൊടുത്തിരിക്കുന്നത്. വളരെ ചീപ്പായിട്ട് എനിക്ക് തോന്നി. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ, അതായത് പണ്ടത്തെ BS3 ബുള്ളറ്റിൻ്റെ ഒക്കെ എഞ്ചിനിൽ വന്നുകൊണ്ടിരുന്ന ആ ഒരു ലോഗോയാണ് ഇവിടെ ടാങ്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹണ്ടർ 350 എന്നുള്ളൊരു ലോഗോ റോയൽ എൻഫീൽഡ് ഹണ്ടർ 350 എന്ന് മൊത്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കൊള്ളാവുന്ന ലോഗോയാണ്. ആ പാർട്ടൊക്കെ ഫൈബറാണ്, മെറ്റലല്ല. പണ്ടത്തെ തണ്ടർബേർഡിൽ വന്നിരുന്ന അതേ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെടുത്ത് ഇതിലേക്ക് ഫിക്സ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ 350cc വണ്ടികളിലും കണ്ടുവന്നിരിക്കുന്ന അതേ എഞ്ചിൻ, അതേ പവർ, അതേ ടോർക്ക്. 27 mm ടോർക്കും ഉണ്ട്, 20.4 PS പവറും ഉണ്ട്. ഇനി അത് ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ വെളിയിലോട്ടെടുത്ത് ഈ വണ്ടി ഒന്ന് ഓടിക്കുന്നുണ്ട്, അപ്പോൾ പറയാം. നല്ല അടിപൊളി ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ടയർ, ബ്രേക്ക്, സസ്പെൻഷൻ പറയുകയാണെങ്കിൽ ടയർ എന്ന് പറയുന്ന ഒരു 140 സെക്ഷൻ ടയറാണ് വരുന്നത്. 17 റേഡിയസ് ഉള്ള ടയറാണ് വരുന്നത്. ബ്രേക്ക് 270 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ബാക്കിൽ. ഇത് മിഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഡബിൾ ഡിസ്ക് വേരിയൻ്റാണ്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു 90 mm ട്രാവലുള്ള സസ്പെൻഷനാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ 130 mm ട്രാവലുള്ള 40 mm ടെലിസ്കോപ്പിക് ഫോർക്കാണ് സസ്പെൻഷനായിട്ട് വരുന്നത്. 110/70 R17 ഈ വാഹനത്തിൽ വരുന്ന ടയർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ടയർ. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല പ്രകാശമുള്ള ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ റെട്രോ ചാം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് റോയൽ എൻഫീൽഡിൻ്റെ വളരെ ചെറിയ ഇൻഡിക്കേറ്റേഴ്സാണ് ഈ വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നത്. അപ്പോൾ ഈ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ മീറ്റർ ഇങ്ങനെ കറങ്ങി പോകുന്ന കാണാൻ നല്ല രസമാണ്. അപ്പം റോയൽ എൻഫീൽഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ടിങ് ആയിട്ടുള്ള വാഹനമാണ് ഇത് 350cc. അപ്പം ഡയലൊക്കെ അടിപൊളിയാണ്. റോട്ടറി ഡയലൊക്കെ വളരെ അടിപൊളിയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഞാൻ അപ്പുറത്ത് വരാം. വൺ ഓഫ് ദ സ്വീറ്റസ്റ്റ് സൗണ്ടാണിത്. അപ്പോൾ സൗണ്ടിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ സൈലൻസർ ഷോർട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് നല്ല രീതിയിൽ സൗണ്ട് വരുന്നുണ്ട്. അത്യാവശ്യം ഇത് ഓടിക്കുന്ന സമയത്ത് കേട്ടോണ്ട് ഞാനിങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല രീതിയിൽ നല്ല വിസിബിളായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇരുന്നൊരു ഓടിക്കാനുള്ളൊരു ഫീല് തരുന്നൊരു സൗണ്ട് തന്നെയാണിത്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മൊത്തം റോട്ടറി ഡയൽസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ കൺട്രോള്, ഇൻഡിക്കേറ്റർ, ഓണ് അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ ഓപ്ഷണലായിട്ട് വരുന്നുണ്ട് ആ മീറ്ററിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട്. പക്ഷേ അത് ഈ വണ്ടിയിൽ വെച്ചിട്ടില്ല.
പിന്നെ മിറേഴ്സ് അത്യാവശ്യം വിസിബിലിറ്റി തരുന്നുണ്ട്. വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ അത്ര വൈബ്രേഷൻ ഒന്നുമില്ല. എന്നാൽ മീറ്റിയറിൽ വന്ന അത്രയും ഒരു റിഫൈൻമെൻറ്റ് ഈ വാഹനത്തിന് കാണുന്നില്ല. അപ്പോൾ ഹെഡ്ലൈറ്റ് ഇങ്ങനെയാണ് പ്രകാശിക്കുന്നത്. ഇപ്പോൾ ഈ പ്രകാശം നോക്കണ്ട, നല്ല അടിപൊളിയായിട്ട് നല്ല പ്രകാശം തരുന്നൊരു ഹെഡ്ലൈറ്റ് തന്നെയാണിത്. ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഈസ് ഇറ്റ് വർത്ത് ഇനഫ് ടു ബൈ? ഇത് വാങ്ങിക്കണോ അതോ വേറെ ഏതെങ്കിലും വാഹനം വാങ്ങിക്കണോ? ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഒരു 2 ലക്ഷം രൂപയ്ക്ക് താഴെ നല്ല ഹോട്ടായിട്ടാണ് ഈ വണ്ടി പ്രൈസ് ചെയ്തിരിക്കുന്നത്. നമുക്കെന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ കയറിയിരിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു ഫീലാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. ഒരു FC വേർഷൻ 4ൻ്റെ ഒക്കെ ഒരു പൊസിഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് കാല് രണ്ടും കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ 5'7" ഉള്ള ഒരാളാണ്. അപ്പോൾ കാല് കുത്തി കഴിഞ്ഞിട്ട് കുറച്ച് മടങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കുറച്ച് പുറകോട്ടായിട്ട് നമ്മളൊരു സ്ട്രീറ്റ് സ്പോർട്സ് നേക്കഡ് ബൈക്കില്ലേ, FC ഒക്കെ പോലെ അല്ലെങ്കിൽ NS ഒക്കെ പോലെ അതുപോലൊക്കെ ഇരിക്കണം. കറക്റ്റ് FCS വേർഷൻ 4ൻ്റെ ഒരു പൊസിഷൻ എനിക്ക് ഫീൽ ചെയ്തു ഈ വണ്ടിയിൽ. അപ്പോൾ നമുക്ക് ഈ വണ്ടി വെളിയിലോട്ട് എടുത്തിട്ടൊന്ന് ഓടിച്ച് അറുമാദിക്കാം. എന്നിട്ട് ഇതിൻ്റെ റൈഡ് ഫീൽ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു വണ്ടിയാണ്, ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞൊരു വണ്ടിയാണ്, പക്ഷേ അടിയൊന്നും തട്ടുന്നില്ല. അത് ഞാനിപ്പം കാണിച്ചു തന്നു. നല്ല ഒന്നാന്തരം ഒരു കുഴിക്കകത്താണ് ചാടിയത്, എന്നിട്ട് അടിയൊന്നും തട്ടിയില്ല. അപ്പോൾ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫായിട്ട് വെച്ചിട്ടില്ലേ നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് കൊണ്ട് വണ്ടി കുറച്ചുകൂടി ഇരിക്കും. അപ്പോൾ അടി തട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ വണ്ടി എടുത്ത് റോഡിലേക്ക് ഓടിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ഈ നിർത്തിയിട്ട് എടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു, നമ്മൾ വിചാരിക്കുന്നിടത്തോട്ടല്ല വണ്ടി പോകുന്നത്. വണ്ടിക്ക് തോന്നുന്ന പോലെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്തോടെ ഈസി ആയിട്ട് ഫ്ലിക്ക് ചെയ്ത് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും. റോയൽ എൻഫീൽഡിൻ്റെ ഇത്രയും വെയിറ്റുള്ള ഒരു എഞ്ചിൻ ഇത്രയും ചെറിയൊരു വണ്ടിക്കകത്ത് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി വരാത്തത്. ഇപ്പം അവിടെ കണ്ടില്ലേ ഒന്ന് വണ്ടി, ഞാൻ അതുവഴിയല്ല ഉദ്ദേശിച്ചത്, കുറച്ചുകൂടെ മാറിയെടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയാണ് പോയത്. സോ ആ ഒരു കുഴപ്പമുണ്ട് വണ്ടിക്ക്. പക്ഷേ ഗിയറൊക്കെ കൊടുത്ത് ഓടിക്കാനായിട്ട് നല്ല ഫീല് കിട്ടുന്നുണ്ട്. ഹൈവേക്കും സിറ്റിക്കും പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഞാനൊരു 1.5 മണിക്കൂർ ഈ വണ്ടി കയ്യിൽ വെച്ച് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ജോയിൻ പെയിന്, ടയേർഡ്നെസ് അതുപോലുള്ള കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വേരിയൻസിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. അപ്പോൾ ഇതിന് റെട്രോ, മെട്രോ എന്ന് പറയുന്ന 2 വേരിയൻസ് ആണുള്ളത്. അതിനകത്ത് മെട്രോയ്ക്കകത്ത് തന്നെ ഡാപ്പർ വേരിയൻസും ഉണ്ട്, റിബൽ വേരിയൻസും ഉണ്ട്. ഇത് ഡാപ്പർ ആഷ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. ദിസ് ഈസ് നൈസ്. ഭയങ്കര നൈസായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് എല്ലാ വാഹനങ്ങളും. അപ്പോൾ വണ്ടി ത്രോട്ടിൽ റെസ്പോൺസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു 60-70, അതായത് ഞാനിപ്പോൾ പോകുന്നൊരു സ്പീഡാണ്. ഇതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് വൈബ്രേഷൻസ് ചെറുതായിട്ടൊക്കെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ വൈബ്രേഷൻസ് ചെറുതായിട്ട് കാലിൽ അടിക്കുന്നുണ്ട്. ഫുട് ബാക്കിൽ വൈബ്രേഷൻസ് ഉണ്ട്. ഹാൻഡിൽ ബാറിൽ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള വൈബ്രേഷൻസ് ഉണ്ട്. മിറേഴ്സ് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തുള്ളി വൈബ്രേഷൻ അടിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു സാധനം ഉണ്ടെങ്കിലും പക്ഷേ പുറകെ വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു ബുള്ളറ്റ് ഓടിക്കുന്ന ഒരാളാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു ബുള്ളറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ പുറകെ കൂടെ എന്തൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല. പക്ഷേ ഈ വണ്ടി അങ്ങനെയല്ല. ഈ വണ്ടിയിൽ ക്ലിയർ ആയിട്ട് നമ്മുടെ പുറകിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള മിററാണ്. അപ്പം ഇവിടെ വരെ പോയാൽ മതി. ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പതുക്കെ തിരിച്ച് നമ്മുടെ ആ വഴിക്കൂടെ പോകാം. കാരണം ഇനി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ടൗണാണ്. ടൗണിലെ സൗണ്ട് എല്ലാം കൂടെ എൻ്റെ ഗോപ്രോ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വക കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. വണ്ടി കൊള്ളാം കേട്ടോ. നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇത് ഓടിക്കുമ്പോൾ ഇതിൻ്റെ ആ സൗണ്ട് വരുന്നത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ഈസ് ഇറ്റ് വർത്ത് ടു ബൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൻ്റെ ആൻസർ ചെയ്യാം. അപ്പോൾ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കയ്യിലൊതുങ്ങുന്ന അത്യാവശ്യം ഒരു 30-35 മൈലേജ് കിട്ടുന്ന ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് വേണം. നിങ്ങൾ അത്യാവശ്യം ഷോർട്ട് റൈഡറാണ്. നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം. വലിയ പണിയൊന്നും വരത്തില്ല. അഥവാ ഇനി റോയൽ എൻഫീൽഡിന് പണി വന്നു കഴിഞ്ഞാലും എനിക്ക് ബുള്ളറ്റിൽ വരുന്നത് BS3 ബുള്ളറ്റാണ് കഴിക്കുന്നത്. അതിന് വരുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിനിസ് ബ്രോക്കറ്റും പെട്ടെന്ന് തീരുന്നു എന്നുള്ളതാണ്. നമുക്കൊന്ന് കൈ കൊടുത്ത് വണ്ടി ഒന്ന് എടുത്ത് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. സസ്പെൻഷൻ വളരെ 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 ഹാർഡാണ്. അതുകൊണ്ടാണ് ഞാൻ ചാടിച്ച് നോക്കിയത്. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓപ്പൺ റോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കൈ കൊടുത്ത് 100 വരെ ഞാൻ കയറുന്നുള്ളൂ, കൂടുതൽ കയറുന്നില്ല. യെസ്. അപ്പോൾ 100 വരെ ഞാൻ കയറിയിട്ട് ഞാൻ പതുക്കെ കൈ കുറയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം എനിക്കത്ര
ഭയങ്കര സ്പീഡിൽ നല്ല രീതിയിൽ വിൻ ബ്ലാസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ പാട്ടിന് പോകുന്നൊരു ഫീലും ഉണ്ട്. കൺട്രോൾ കിട്ടുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ഈ വണ്ടിയിൽ. എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ ബുള്ളറ്റൊക്കെ ഓടിച്ച് പരിചയപ്പെട്ടിട്ട് ഈ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഉത്തരവാദിത്തമുള്ളൊരു ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മുടെ റോഡിലെ നിയമങ്ങളൊക്കെ പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണല്ലോ. അപ്പോൾ 70ക്ക് മുകളിലേക്ക് പോകാതിരിക്കുക. ഈ 60 to 80 ആണ് ഈ വണ്ടിയുടെ ഒരു സ്വീറ്റ് സ്പോട്ട്. ഈ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വണ്ടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു സൗണ്ടൊക്കെ തരും. ആ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഈ വണ്ടി വാങ്ങിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ളൊരു സമയം ഞാൻ തരാം. അപ്പോൾ ഈ വണ്ടി വർത്ത് ബൈ ആണോ എന്ന് ചോദിച്ചാൽ വർത്ത് ബൈ ആണ്. ഇതിന് പ്രത്യേകിച്ച് വലിയ നെഗറ്റീവ്സ് ഒന്നും ഞാൻ കാണുന്നില്ല, പക്ഷേ പോസിറ്റീവ്സ് ഒരുപാടുണ്ട്, എസ്പെഷ്യലി ഇതിൻ്റെ പ്രൈസിങ്. അപ്പോൾ ഈ വണ്ടി വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വണ്ടി വേണമെങ്കിൽ നിങ്ങൾ പോയി വാങ്ങിക്കുക, വേണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട. ദിസ് ഇസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. എല്ലാം ചെയ്യണം. അപ്പോൾ താങ്ക് യു.